Question number 14. Let f from r minus z minus 4 by 3 to r be a function defined as f of x is equal to 4x by 3x plus 4. The inverse of f is the map g from range f to r minus z minus 4 by 3 given by 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ജി ഓഫ് ഐ എന്ന് പറയുന്നത് 3y ബൈ 3 മൈനസ് 4y ആണ്. സെക്കൻഡ് 4y ബൈ 4 മൈനസ് 3y ആണ്. തേർഡ് 4y ബൈ 3 മൈനസ് 4y. ഡി എന്ന് പറയുന്നത് 3y ബൈ 4 മൈനസ് 3y. ഇതിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ജി എന്ന് പറയുന്നത്, അതായത് ജിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ റേഞ്ച് ഓഫ് എഫിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കും. വൈ എന്ന് പറയുന്നത് സാധാരണ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാറുള്ള പോലെ തന്നെ ഒരു വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് റേഞ്ച് ഓഫ് എഫിൽ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എലമെൻറ്റ് ആർ മൈനസ് സെറ്റ് മൈനസ് 4/3 കണ്ടുപിടിക്കണം. അതായത് വൈ ഡൊമൈനിലത്തെ വൈ എടുക്കുകയാണെങ്കിൽ വൈയുടെ ഇമേജ് ആർ മൈനസ് 4/3 ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. ആ ജി ഓഫ് വൈ എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാറ് ആദ്യം തന്നെ വൈ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കും? റേഞ്ച് ഓഫ് എഫിൽ ഉണ്ടെന്ന് പറഞ്ഞെടുക്കും. വൈ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എഫിൽ നിന്ന് എടുക്കുകയാണ്. ഇനി ജി എന്ന് പറയുന്നത് ഈ റേഞ്ച് ഓഫ് എഫിന്ന് ആർ മൈനസ് സെറ്റ് മൈനസ് 4/3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡൊമൈനിൽ നിന്ന് വൈ എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു. ഇനി റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ? എഫിൻ്റെ ഇമേജുകളുടെ കളക്ഷനാണ് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡൊമൈനിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ ഇമേജാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? 4x ബൈ 3x പ്ലസ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ റേഞ്ചിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡൊമൈനിലത്തെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കുമല്ലോ ഈ വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ റേഞ്ച് ഓഫ് എഫിൽ ഉണ്ടെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഈ ഫോമിലായിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും വരുന്നത്. വൈ ഈസ് ഈക്വൽ ടു 4x ബൈ 3x പ്ലസ് 4. വൈ എന്ന് പറയുന്ന റേഞ്ച് ഓഫ് എഫിൽ എടുക്കുകയാണ്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് 4x ബൈ 3x പ്ലസ് 4 എന്ന് പറയുന്ന ഫോമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 4x ബൈ 3x പ്ലസ് 4 എന്ന് പറഞ്ഞെടുത്തു. ഇനി ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ 3x പ്ലസ് 4നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. വൈ ഇൻറ്റു 3x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4x ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 3xy പ്ലസ് 4y ഇസ് ഈക്വൽ ടു 4x കിട്ടും. നമുക്ക് എക്സ് ഈക്വൽ ടു ആണ് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇംപ്ലൈസ് 4x മൈനസ് 3xy ഈക്വൽ ടു 4y. 3xyനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 4y അങ്ങനെ തന്നെ എഴുതി. ഇതിൽ നിന്ന് എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 4 മൈനസ് എക്സ് പോകുമ്പോൾ 3y വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 4y ബൈ 4 മൈനസ് 3y. നമ്മൾ വൈ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എഫിൽ നിന്ന് എടുത്തേ ആ വൈയുടെ ഇമേജ് ഉണ്ടാവുന്നത് ആർ മൈനസ് 4/3 ഇപ്പോൾ നമുക്ക് ഏതൊരു വൈ എടുക്കുകയാണെങ്കിലും ഡൊമൈനിലത്തെ ഏതൊരു വൈ എടുക്കുകയാണെങ്കിലും ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ കോഡൊമൈനിലുണ്ടെന്ന് പറഞ്ഞ് കിട്ടി. വൈ എന്ന് പറയുന്ന എലമെൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈയുടെ ഇമേജാണ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയല്ലോ. നമ്മൾ ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ റേഞ്ച് എഫിന്ന് ആർ മൈനസ് സെറ്റ് മൈനസ് 4/3 ഡിഫൈൻ ചെയ്യാണ്. വൈ എന്ന് പറഞ്ഞ എലമെൻറ്റ് റേഞ്ച് ഓഫ് എഫിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഈ എക്സ് എവിടുത്തെ എലമെൻറ്റ് ആർ മൈനസ് 4/3 എലമെൻറ്റാണ്. എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു കിട്ടി? 4y ബൈ 4 മൈനസ് 3y എന്ന് പറഞ്ഞു കിട്ടി. അതായത് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു 4y ബൈ 4 മൈനസ് 3y ആണ്. ഇനി ഈ ജി ആണ് എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ജി ഓഫ് വൈ എന്ന് പറയുന്നത് 4y ബൈ 4 മൈനസ് 3y ആണെന്ന് പറഞ്ഞു കിട്ടി. ഇനി
നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ 4y/4 - 3y വരുന്നത് ബി എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്, സെക്കൻഡ് ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. Therefore, the answer is B. Thank you.